നമസ്കാരം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയും LDF എന്ന മുന്നണിയും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തോറ്റു എന്നതിനെക്കുറിച്ച് എല്ലാവരും അവരുടേതായ രീതിയിൽ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. എന്നാൽ അത് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ തെറ്റുതിരുത്താനോ ഈ പാർട്ടി തയ്യാറല്ല. അവർ ന്യായം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമേ ഇല്ല എന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയുന്നത്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് ജോൺ ബ്രിട്ടാസ് ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രിട്ടാസിന്റെ തിയറി എങ്ങനെയാണ്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായി എന്നതിൽ തർക്കമില്ല. വിശദാംശങ്ങൾ പഠിച്ച് തിരുത്താൻ നടപടി സ്വീകരിക്കുന്ന ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ ദേശീയ തലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ആരവത്തിന്റെ പ്രഭവ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരും ഒരുപോലെ BJPയുടെ തിളക്കമാർന്ന വിജയത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ ഉരുത്തിരിയുന്ന യഥാർത്ഥ ചിത്രം എന്താണ്? ലോക്സഭ 2024, തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയ വോട്ടുകൾ താരതമ്യം ചെയ്യുമ്പോൾ BJP 2,13,214, 1,60,891 വോട്ടുകൾ കുറഞ്ഞു. കോൺഗ്രസ് 1,84,727, 1,20,984 കുത്തനെ ഇടിഞ്ഞു. ഇടതുപക്ഷം 1,29,048, 1,60,522 വർധനവ്. ഉള്ളടക്കവും യാഥാർത്ഥ്യവുമല്ല, പ്രതീതിയാണ് പ്രസക്തമെന്ന കാലത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രിട്ടാസ് പറയുന്നു കോൺഗ്രസിനും BJPക്കും വോട്ട് കുറഞ്ഞു, LDFന് വോട്ട് കൂടി. ഇതാണ് CPMന്റെ പ്രത്യേകത. കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെട്ടു. 52 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 28 സീറ്റായി. പക്ഷെ തോൽവി സമ്മതിക്കുന്നില്ല. ഇതാണ് പാർട്ടി സെക്രട്ടറി ഏറ്റുപിടിക്കുന്നത്. ഇങ്ങനെ ന്യായീകരിച്ച് തലയൂരാനുള്ള ശ്രമത്തിലാണ് CPIM. ഈ ന്യായീകരണം അവർ തുടരും. ഇതിനിടയിൽ അവർക്ക് വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നത് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്നൊരു പാട്ടാണ്. എവിടെയോ ആരോ തെരഞ്ഞെടുപ്പ് പാരഡി എന്ന നിലയിൽ ഇറക്കിയ ഒരു പാട്ട് അങ്ങ് സൂപ്പർ ഹിറ്റായി. ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പാട്ടായി അത് മാറി. സകല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മൈക്ക് കെട്ടിവെച്ച് ഈ പാട്ട് എല്ലായിടത്തും എല്ലാവരും പാടി നടന്നു. അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ മാത്രമല്ല, സകല മനുഷ്യരുടെയും മനസ്സിൽ ഇത് കയറി പിടിച്ചു. BJPക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ഈ പാട്ട് ഏറ്റെടുത്തു. ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒന്നായി ഇത് മാറിയത് അങ്ങനെയാണ്. പൊടുന്നനെ പാട്ട് എഴുതിയവരെയും പാടിയവരെയും അതിന് പണം മുടക്കിയവരെയും തപ്പി മാധ്യമങ്ങൾ പോയി കണ്ടെത്തി. 3 പേരും മുസ്ലിം മതവിശ്വാസികളും ലീഗിന്റെ ആളുകളുമാണ്. ഇതോടെ ചിലർക്ക് കുരുപൊട്ടി. ഈ കുരുപൊട്ടലുകാരിൽ മുമ്പിൽ നിൽക്കുന്നത് CPMകാരാണ്. അവർക്ക് ഈ പാട്ട് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും ഉപയോഗിക്കാൻ പാടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ പാട്ട് നിലനിന്നാൽ അതിന് ശക്തി ഭയങ്കരമാണ്. ആ ശക്തി CPMന് വിഴുങ്ങും. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും തടയണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണെന്ന് ഓർക്കണം. എവിടെയെല്ലാം ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കാൻ കഴിയുമോ അവിടെയെല്ലാം അപമാനിക്കുകയും ആ അപമാനിക്കലിനെ അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണെന്ന് ഓർക്കണം. ഹൈന്ദവ വിശ്വാസം തന്നെ മിത്തും ബിംബവുമാണ് എന്ന് കൊട്ടിഘോഷിക്കുന്നവരാണെന്ന് ഓർക്കണം. ശബരിമലയിലെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ സ്ത്രീ വേഷധാരികളായി കുറച്ചുപേരെ ചുമന്നു കൊണ്ടുവന്ന് സോപാനത്തിൽ വരെ ഇടിച്ചിട്ടവരാണെന്ന് ഓർക്കണം. അന്ന് സമത്വത്തിന്റെയും പുരോഗമനത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വൃത്തികേടുകൾ ഇവർ കാട്ടിക്കൂട്ടി. ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ ഭഗവാന്റെ രൂപം സ്ഥാപിച്ച് ആർത്തവരക്തം ഇറ്റിറ്റു വീഴുന്ന ഭീകരത കാർട്ടൂണാക്കി ചിത്രീകരിച്ചവരാണ്. വനിതാ മതിൽ കെട്ടി ഭഗവാനെ അപമാനിക്കാൻ ശ്രമിച്ചവരാണ്. അങ്ങനെ എല്ലാത്തരം വൃത്തികേടും കാട്ടുന്ന ഇവരിപ്പോൾ അയ്യപ്പന്റെ സംരക്ഷകരായി രംഗത്ത് വന്നിരിക്കുന്നു. അവർ പറയുന്നു ഇത് അയ്യപ്പന്റെ വികാരത്തെ വ്രണപ്പെടുത്തിയത്രേ, വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയത്രേ. ഒരു വിശ്വാസിയും ഇതിന് നിന്നുകൊടുക്കരുത്. ഈ പാരഡി പാട്ട് വിശ്വാസികളുടെ നെഞ്ചു തകർത്തിരിക്കുന്നു, അതുകൊണ്ട് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നു. അതിന് ചുവട് പിടിച്ച ആരോ പരാതി കൊടുത്തിരിക്കുന്നു. DYFIയുടെ നേതാവും ജനങ്ങളെ നേരിട്ടാൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുമായ WA റഹീം വളരെ വികാരഭരിതനായി അയ്യപ്പനെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ചു പോകുന്ന ചില അയ്യപ്പ ഭക്തരും ശരിയാണല്ലോ, ഭഗവാന്റെ പേരിൽ ഇങ്ങനെ പാരഡി പാട്ട് പാടുണ്ടോ എന്ന് ചോദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ആദ്യമായാണോ ഇത്തരം പാരഡി പാട്ടുകൾ? ജനങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാ പാട്ടുകളും, അത് മാപ്പിളപ്പാട്ടാണെങ്കിലും ക്രിസ്മസ് ഗാനങ്ങളാണെങ്കിലും അയ്യപ്പ ഭക്തി ഗാനങ്ങളാണെങ്കിലും ജനങ്ങൾ ഏറ്റുപാടുന്ന പാട്ടുകളുടെ പേരിൽ പാരഡി ഉണ്ടാക്കുക പൊതുവേ ഉള്ളതാണ്. പാരഡി അംഗീകരിക്കപ്പെട്ട ഒരു കലാരൂപമാണ്. VD രാജപ്പൻ എന്ന് പറയുന്ന ഒരു കലാകാരനുണ്ടായിരുന്നു. മലയാളികൾ ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല. VD രാജപ്പൻ എല്ലാ പാട്ടുകൾക്കും പാരഡി എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ എത്ര പ്രസിദ്ധമായിരുന്നു. അദ്ദേഹം ഒരു കാഥികനായിരുന്നു. അക്കാലത്തെ ഏറ്റവും വലിയ കലാരൂപങ്ങളിൽ ഒന്ന് കഥാപ്രസംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം എല്ലാം തന്നെ നിലവിലുള്ള പാട്ടുകളുടെ പാരഡിയായിരുന്നു. ഈ പള്ളിക്കട്ടെ ശബരിമലയ്ക്ക് എന്ന പാട്ടിന്റെ പേരിൽ എത്രയോ വർഷങ്ങളായി
ഈ നാട്ടിൽ പാരഡികളുണ്ട്, വ്യത്യസ്തമായ പാരഡികളുണ്ട്. ആരും അതിൻ്റെ ഒന്നും മതവും രാഷ്ട്രീയവും തെരഞ്ഞു പോയിട്ടില്ല. ആളുകൾ അതൊക്കെ ആദരവോടെ കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കലാഭവൻ മണി UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർ വേഗതയിൽ പായുന്നതിനെ കുറിച്ച് ഇതേ പാട്ടിന്റെ പേരിൽ പാരഡി ഉണ്ടാക്കി കൈരളി TV-യിൽ അവതരിപ്പിച്ചത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൈരളി TV-ക്കെതിരെ കേസ് കൊടുക്കുമോ? അന്തരിച്ച കലാഭവൻ മണിയെ ചോദ്യം ചെയ്യും? ഇല്ല. ഇന്ന് വരെ ഒരാളും ഇത് ചോദ്യം ചെയ്തിട്ട്. ഇതാണ് പാരഡിയുടെ പ്രത്യേകത. ഇന്നിപ്പോ സഖാക്കൾക്ക് കുരുപൊട്ടുന്നു, അവർ അയ്യപ്പ ഭക്തരാകുന്നു. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമായി. അത് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അവർ പരമാവധി ഹിന്ദു വോട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി ബോധപൂർവമായി വർഗീയ അജണ്ടകൾ സെറ്റ് ചെയ്ത് പിണറായി വിജയന്റെ ശബ്ദമായി വെള്ളാപ്പള്ളി നടേശൻ മാറി. കിട്ടുന്നിടങ്ങളിലൊക്കെ പോയി വെള്ളാപ്പള്ളി നടേശൻ വലിയ വായിൽ മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ചുകൊണ്ടിരുന്നതും ഇതുകൊണ്ടാണ്. അത് പിണറായിയുടെ ഭാഷയായിരുന്നു. കാരണം ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിച്ചെടുക്കണം, ഹിന്ദു വോട്ടുകൾ BJP കൊണ്ടുപോകുന്നത് തടയണം, ആ ഹിന്ദു വോട്ടുകൾ BJP കൊണ്ടുപോവാതെ അത് പിടിച്ചു നിർത്തി ജയിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ അയ്യപ്പന്റെ സംരക്ഷകരെ രംഗത്ത് വന്നിരിക്കുന്നത്. അയ്യപ്പനെ സംരക്ഷിക്കാൻ CPM-ന്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ ഭഗവാൻ നോക്കിയിരുന്ന് പണി കൊടുക്കുകയാണ്. അയ്യപ്പനെ അപമാനിക്കാൻ ശ്രമിച്ചതിന്റെ ശിക്ഷ ഇതുവരെ അനുഭവിച്ചു തീർന്നിട്ടില്ല. പാപപരിഹാര കർമ്മങ്ങളുമായി പിണറായി പലതവണ ശ്രമിച്ചിട്ടും അയ്യപ്പനെ അടുപ്പിക്കുന്നില്ല. തൊട്ടതും പിടിച്ചതുമെല്ലാം വിവാദമാകുന്നു. വാസ്തവത്തിൽ ഈ പാരഡി ഗാനത്തെ എങ്ങനെയാണ് കാണേണ്ടത്? എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അയ്യപ്പനെ സ്തുതിക്കുന്നു എന്ന തരത്തിലല്ലേ ഇതിനെ കാണേണ്ടത്? ഓർക്കൂ, രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ മുസ്ലിം ലീഗിന് വലിയ ആഘോഷങ്ങളിൽ പോലും അയ്യപ്പന്റെ പേര് വിളിക്കുകയാണ്, അയ്യപ്പനെ സ്തുതി പാടുകയാണ്, അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള പാട്ടാണ്. ഇവന്മാര് കള്ളത്തരം കാണിച്ചു, മോഷ്ടിച്ചു കൊണ്ടുപോയി, അയ്യപ്പൻ തിരിച്ചു പണി കൊടുത്തു, തിരിച്ചു പിടിച്ചു എന്ന് സ്ഥാപിക്കുന്ന പാട്ട്. അത് അയ്യപ്പനുള്ള അംഗീകാരമല്ല. ഇത് മനസ്സിലാക്കാതെ അയ്യപ്പ വിദ്വേഷമാണ് എന്ന് പറയുന്നത് CPM-ന്റെ അജണ്ടയാണ്. ആ അജണ്ടയിൽ വിശ്വാസികൾ വീണു പോകരുത്. ഒരു അർഹതയും CPM-നില്ല. ഏതെല്ലാം തരത്തിൽ വിശ്വാസികൾ അപമാനിക്കാമോ അത്തരത്തിലെല്ലാം അപമാനിച്ചിട്ടുള്ള വൃത്തികെട്ടവന്മാരാണ് ഇവർ. അഞ്ജു പാർവതി പ്രബീഷ് എഴുതിയതുകൂടി കേൾക്കാതെ പോവരുത്. ഇടതുപാളയങ്ങൾ പുതിയൊരു കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താന്നല്ലേ, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ടെഴുതിയതും പാടിയത് ഒരു മുസ്ലിമാണെന്ന് തിരുട്ടുവാദം ഈ രൂപത്തിൽ ഇറക്കി ഒരു ഇരവാദം സെറ്റ് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. നടക്കില്ല കമ്മിയോളെ, ആ പായ അങ്ങോട്ട് മടക്കിക്കോളീൻ. ഇതേപോലെ കമ്മികളുടെ ആസനം പൊളിച്ച മറ്റൊരു പാരഡി ഗാനമില്ല. ഈ ഒരു പാരഡി കേട്ടിട്ട് ഒരു വിശ്വാസ ഹിന്ദുവിൻ്റെയും ചങ്ക് പിളരില്ല. കാരണം നീയൊക്കെ കളിച്ച മറ്റേ നാണം കെട്ട കളിയില്ലേ, ആ രഹനയെ പോലൊരു അവിശ്വാസിയെ ശ്രീകോവിലിൽ കയറ്റാൻ കളിച്ച കളി, അമ്മിണിയെ കയറ്റാൻ വേണ്ടി കളിച്ച മറ്റേ പൊറോട്ട നാടകം ഒരു വിശ്വാസിയും മറന്നിട്ടില്ല. അതുപോലത്തെ നികൃഷ്ടത ഈ പാരഡിക്കില്ല. കേട്ടോടാ കമ്മികളെ, ഭഗവാന്റെ മുതൽക്കെട്ട് കൊള്ളയടിച്ചതുപോലെ ഒരു നെറികെട്ട കളി ഈ പാട്ടിന്റെ പിന്നിലില്ല. ശബരിമലയുടെ കഴുക്കോൽ വരെ ഊരിയെടുത്ത ജന്തു സഖാക്കൾക്ക് തോന്നാത്ത അയ്യപ്പ സ്നേഹം ഇപ്പോൾ നീയൊക്കെ ഈ പാട്ടിന്റെ പേരിൽ കാണിക്കണ്ട. നിന്റെയൊക്കെ സഖാപ്പി നേതാവ് ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോ ആഹാ എന്ന് കൈയടിച്ചവന്മാർക്ക് ഇപ്പോൾ ഈ പാരഡി കേട്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ. നിനക്കൊക്കെ ഈ പാട്ടിലെ വരികൾ കൃത്യമായിട്ട് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന്. മൂട്ടിലാകെ പൊള്ളി ഇപ്പോൾ ഇരിക്കാനും കിടക്കാനും വയ്യാത്ത അവസ്ഥയായി അല്ലേ. പണ്ടും ഇതേ ട്യൂണിൽ ഇലക്ഷൻ ടൈമിൽ ഇവിടെ പാരഡി ഉണ്ടായിട്ടുണ്ട്. അത് എഴുതിയതും നാദിർ ഷാ എന്ന മുസ്ലിം. അന്ന് ആ പാരഡി നീയൊക്കെ ഇറക്കിയത് കോൺഗ്രസിനെതിരായിരുന്നു. മന്ത്രിയെ പയ്യപ്പൂ പയ്യപ്പൂ ലീഡറെ എന്നന്ന് പാടിയപ്പോൾ ഒരു വ്രണവും പൊട്ടിയിട്ടില്ല അല്ലേ. മുറജപത്തെ തെറിജപം എന്ന് വിളിക്കാൻ ഉത്സാഹം കാണിച്ചവന്മാർക്ക് ഇപ്പോൾ ലീഗ് ഒരു പാട്ടിറക്കിയത് കണ്ടപ്പോൾ നൊന്തു എന്ന്. ഉയ്യന്റെ മോനെ എന്തൊരു സങ്കടം. ഇടത് പേനയുന്തി ഹിന്ദുക്കള അയ്യപ്പസ്വാമിയെ അപമാനിച്ചതുപോലെ ഒരു ലീഗുകാരനും ഇതുവരെ സ്വാമിയെ അപമാനിച്ചിട്ടില്ല. ശ്രീകോവിൽ നടയിൽ പോയി മറ്റുള്ള ഭക്തരെ മറയ്ക്കാനും വിധം കേറി നിന്ന് കൈകൂപ്പാതെ ശാന്തി നൽകുന്ന തീർത്ഥം വാങ്ങാതെ ഡോഗ് ഷോ കാണിക്കുന്ന ഹിന്ദു ചകാക്കൾ ചെയ്തതുപോലൊന്നും അഹിന്ദുവായ ഒരു വിശ്വാസിയും ആ നടയിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നീയൊക്കെ ഇറക്കുന്ന മറ്റേ ഇരവാദ അയ്യപ്പ സ്നേഹമുണ്ടല്ലോ, അത് നാലായി മടക്കി ആസനത്തിൽ തിരികിക്കോ. ഇനി നീയൊക്കെ എത്ര അയ്യപ്പ സ്നേഹം കാണിച്ചാലും ആ പരിശുദ്ധ മലയെയും മൂർത്തിയെയും വെച്ച് നിന്റെയൊക്കെ ഭരണകൂടം കാണിച്ച നെറികേടുണ്ടല്ലോ, അതൊരു വിശ്വാസിയും പൊറുക്കില്ല, മറക്കില്ല. എന്നിട്ടും കലിപ്പ് തീരാതെ അഞ്ചു ഒരു ചെറിയ കുറിപ്പ് കൂടി എഴുതി. പറയുന്നത് ആരാണെന്ന് നോക്കണേ. എ റഹീം, വെറും റഹീമല്ല, സഖാവ് റഹീം. അതായത് രമണ ശബരിമല അടപടലം കട്ടുമുടിച്ച് സ്വർണം ചമ്പാക്കിയതിനകത്ത് കിടക്കുന്ന സഖാവ് പപ്പന്റെയും സഖാവ് കട്ടളവാസുവിന്റെയും അതേ പ്രത്യയശാസ്ത്രത്തെ ഉദരത്തിൽ വഹിക്കുന്ന തമ്പ്രാൻ അടിമ റഹീം. അയ്യപ്പസ്വാമിയെ പെണ്ണ് കെട്ടിക്കാനിറങ്ങിയ പൂമരൻ സഖാവിന്റെ പുന്നാര സഖനായ സഖാവ് റഹീം. ഞാൻ പറയുന്നത് ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ചാണെന്ന് നോക്കണേ. പോറ്റിയെ കയറ്റി എന്ന പാരഡി ഗാനത്തിന് എതിരെയും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ
ഉഫ്, രോമാഞ്ചിഫിക്കേഷൻ വന്നോ? എങ്കിൽ അനിയ നില്ല്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ കമ്മിണി പെണ്ണുങ്ങൾ വലിയൊരു കവാടം കെട്ടി ദാ കണ്ടോ യോനി കവാടം, ദാ കണ്ടോ ആർത്തവരക്തം എന്നൊക്കെ പറഞ്ഞ് ആർത്തവ വിപ്ലവം നടത്തിയത് ഓർക്കുന്നുണ്ടോ? അന്ന് അതിന്റെ മറ പിടിച്ച് കേരളവർമ്മയിലെ ബുൾബുൾ എത്തിപ്പേയു നരുന്തുകൾ അയ്യപ്പസ്വാമിയുടെ തല കീഴായിട്ടുള്ള ചിത്രം വരച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 കാലുകൾ അതിൽ ഇറ്റുകിടക്കുന്ന രക്തത്തുള്ളികളും വരച്ച് ഫ്ലെക്സ് ആക്കി വെച്ചു. അന്നേരം അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതിയ സഖാക്കളുടെ അപ്പസ്തോലനായിരുന്നു ഈ റഹീം സഖാവ്. പിന്നീട് ജിയോ ബേബിയുടെ മറ്റേ അടുക്കള സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ മലയ്ക്ക് പോകാൻ മാലയിട്ട 2 കഥാപാത്രങ്ങളുടെ മേലേക്ക് സിങ്കിലെ മലിനജലം ഒഴിക്കുന്ന സീൻ കണ്ടിട്ട് ആഹാ പ്രമാദം കൊടുക്കടാ ലതിലെ നടിനും നടിക്കും അവാർഡ് എന്ന് പറഞ്ഞ കമ്മിക്കോട്ടത്തിലെ നേതാവ് ഇപ്പോൾ ഒരു പാരഡി ഗാനം കേട്ടിട്ട് പല്ലുഞ്ഞിരിക്കുന്നു പോലും. ഇക്കണ്ട നാൾ മുഴുവനും, അതായത് ഭരണത്തിൽ കയറിയ പിറ്റേ മാസം മുതൽ ശബരിമലയ്ക്കും അയ്യപ്പസ്വാമിക്കും വിശ്വാസികൾക്കുമെതിരെ പൂരപ്പാട്ട്, ഇക്കണ്ട സൈബർ വെട്ടിക്കിളികൾ തുടങ്ങി ലോക്കൽ അന്തംസ് വഴി പാർട്ടി ചതുരവടി പൂമരന്മാർ വരെ പാടി നടന്നപ്പോൾ വായിൽ നല്ല മുഴുത്ത പഴം തിരുമ്മി വെച്ച് റഹീം സഖാവിന് ഇപ്പോൾ രോഷം വരുന്നുണ്ടെങ്കിൽ പാട്ട് ആസന വരെ പൊള്ളിച്ചു എന്നർത്ഥം. തലകീഴായി വരച്ച അയ്യപ്പസ്വാമിയും അതിലെ ആർത്തവത്തുള്ളികളും വിപ്ലവം, അത് ആഹാ. സഖാക്കൾ സ്വർണം കട്ടുവെന്ന കാര്യം അസലായി സത്യസന്ധമായി പാരടി പാടിയാൽ അത് ദ്രോഹം. എന്തൊന്നടായി?